കഥകൾ അവിടെ വെച്ച് പോകുമായിരുന്നു. ആ കഫേയിൽ ജോലി ചെയ്തിരുന്നത് രാഹുൽ എന്ന യുവാവായിരുന്നു. ശാന്ത സ്വഭാവമുള്ളവൻ. ആളുകളുടെ മുഖം നോക്കി അവരുടെ മനസ്സ് വായിക്കാൻ അവന് കഴിയുമായിരുന്നു. പക്ഷേ സ്വന്തം മനസ്സ് ആരോടും തുറന്നു പറയാൻ അവൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. ഓരോ ദിവസം പോലെ ഒരു വൈകുന്നേരം. മഴ പെയ്യാൻ പോകുന്ന മേഘങ്ങൾ ആകാശം നിറച്ചിരുന്നു. കഫേയുടെ വാതിൽ തുറന്ന് ഒരു പെൺകുട്ടി അകത്തു കടന്നു. ഒരു ബ്ലാക്ക് കാപ്പി, അവൾ പറഞ്ഞു. അവളുടെ പേര് അനന്യ. അവൾ കഫേയുടെ കോണിലെ ഒരു ടേബിളിലിരുന്നു. കൈയിലൊരു പുസ്തകവും മുഖത്ത് ചെറിയൊരു ക്ഷീണവുമുണ്ടായിരുന്നു. രാഹുൽ അവളുടെ കാപ്പി കൊണ്ടുവന്നു. ഇവിടെ ആദ്യമായിട്ടാണോ? അവൻ ചോദിച്ചു. അനന്യ തലകുനിച്ചു. അതെ, ഈ നഗരം എനിക്കും പുതുതാണ്. ആ ദിവസത്തെ ആ ചെറിയ സംഭാഷണം ഒരു പതിവായി മാറി. ഓരോ വൈകുന്നേരവും അനന്യ ആ കഫേയിൽ വരാൻ തുടങ്ങി. ഒരേ ടേബിൾ, ഒരേ ബ്ലാക്ക് കാപ്പി, ഒരേ ചിരി. പതിയെ രാഹുലും അനന്യയും കൂടുതൽ സംസാരിക്കാൻ തുടങ്ങി. അവൾ തന്റെ സ്വപ്നങ്ങളെക്കുറിച്ച് പറഞ്ഞു. അവളൊരു ആർട്ടിസ്റ്റായിരുന്നു. ചിത്രങ്ങൾ വരയ്ക്കുക അവളുടെ ജീവിതം. ഒരു ദിവസം അവളൊരു സ്കെച്ച് രാഹുലിന് കാണിച്ചു. അത് കഫേയുടെ ഒരു ചിത്രമായിരുന്നു. പക്ഷേ അതിൽ രാഹുൽ കൂടിയുണ്ടായിരുന്നു. രാഹുൽ അത്ഭുതത്തോടെ ചോദിച്ചു, എന്നെ എന്തിനു വരച്ചു? അനന്യ ചിരിച്ചു പറഞ്ഞു, ചില ആളുകൾ നമ്മൾ ശ്രദ്ധിക്കാതെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാവും. ആ വാക്കുകൾ രാഹുലിന്റെ മനസ്സിൽ പതിഞ്ഞു. കാലം കടന്നുപോയി. അവരുടെ സൗഹൃദം പതിയെ പ്രണയമായി മാറി. പക്ഷെ ഒരു ദിവസം അനന്യ കഫേയിലെത്തിയില്ല. അടുത്ത ദിവസം പോലുമില്ല. രാഹുൽ ആശങ്കപ്പെട്ടു. മൂന്നാം ദിവസം കഫേയുടെ വാതിൽ തുറന്നു. അനന്യ അകത്തു വന്നു. പക്ഷെ അവളുടെ മുഖത്ത് ഒരു വിഷാദമുണ്ടായിരുന്നു. എനിക്ക് മറ്റൊരു നഗരത്തിലേക്ക് പോകണം, അവൾ പറഞ്ഞു. ഒരു വലിയ ആർട്ട് പ്രോജക്റ്റ് കിട്ടിയിട്ടുണ്ട്. രാഹുലിന്റെ മനസ്സ് മിണ്ടാതെയായി. പോകുന്ന ദിവസം അനന്യ രാഹുലിന് ഒരു ചെറിയ പുസ്തകം നൽകി. ഇത് വീട്ടിൽ പോയിട്ട് തുറക്കൂ, അവൾ പറഞ്ഞു. അവൾ പോയതിനുശേഷം രാഹുൽ പുസ്തകം തുറന്നു. അത് മുഴുവൻ സ്കെച്ചുകളായിരുന്നു. കഫേ, മഴ, കാപ്പിക്കപ്പുകൾ, അതിലും കൂടുതൽ രാഹുൽ. അവസാന പേജിൽ ഒരു വാചകം എഴുതിയിരുന്നു. ഞാൻ എവിടെയായാലും എന്റെ പ്രിയപ്പെട്ട കാപ്പിയും പ്രിയപ്പെട്ട ആളും ഇവിടെ തന്നെയുണ്ട്. കുറച്ചു മാസങ്ങൾക്ക് ശേഷം ഒരു ദിവസം കഫേയുടെ വാതിൽ വീണ്ടും തുറന്നു. രാഹുൽ തലയുയർത്തി നോക്കി. അത് അനന്യയായിരുന്നു. അവൾ ചിരിച്ചു പറഞ്ഞു, ഒരു ബ്ലാക്ക് കാപ്പി, പക്ഷെ ഇത്തവണ 2. ആ നിമിഷത്തിൽ രാഹുൽ മനസ്സിലാക്കി, റെയിൽവേ പ്ലാറ്റ്ഫോമിലെ വാഗ്ദാനം. വൈകുന്നേരം 6 മണി. പ്ലാറ്റ്ഫോമിൽ ട്രെയിനിന്റെ ശബ്ദവും ആളുകളുടെ തിരക്കും. കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ അനീഷ് ഒരു ബെഞ്ചിലിരിക്കുകയായിരുന്നു. അവന്റെ കണ്ണുകൾ വീണ്ടും വീണ്ടും പ്ലാറ്റ്ഫോമിന്റെ പ്രവേശനവാതിലിലേക്ക് പോയി. അവൻ ആരെയോ കാത്തിരിക്കുകയായിരുന്നു. അവൾ, അനന്യ. അവരുടെ കഥ തുടങ്ങിയത് 1 വർഷം മുമ്പ്. അനീഷ് ഒരു ഫോട്ടോഗ്രാഫർ, കേരളം മുഴുവൻ യാത്ര ചെയ്ത് ചിത്രങ്ങൾ എടുക്കുന്നവൻ. ഒരു ദിവസം ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അവൻ അനന്യയെ കണ്ടു. അവൾ ജനലിനു പുറത്തുള്ള കാഴ്ചകൾ നോക്കി സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടിരുന്നു. അനീഷ് അവളുടെ ഒരു ഫോട്ടോ എടുത്തു. അത് കണ്ടപ്പോൾ അനന്യ ചോദിച്ചു, നീ അനുമതി ചോദിക്കാതെ ഫോട്ടോ എടുക്കാറുണ്ടോ? അനീഷ് അല്പം ലജ്ജിച്ചു. ചില നിമിഷങ്ങൾ അനുമതി ചോദിക്കാൻ സമയം കൊടുക്കില്ല, അവൻ പറഞ്ഞു. അനന്യ ചിരിച്ചു. ആ യാത്രയിൽ അവർ ഒരുപാട് സംസാരിച്ചു. ട്രെയിൻ യാത്ര അവസാനിക്കുമ്പോൾ അനന്യ പറഞ്ഞു, ഒരു ദിവസം വീണ്ടും കണ്ടുമുട്ടാം. അവർ നമ്പറുകൾ എക്സ്ചേഞ്ച് ചെയ്തു. ദിവസങ്ങൾ കടന്നു. ഫോൺ കോളുകളും മെസ്സേജുകളും. പക്ഷേ ഒരു ദിവസം അനന്യയ്ക്ക് മറ്റൊരു നഗരത്തിലേക്ക് ജോലിക്ക് പോകേണ്ടി വന്നു. പോകുന്നതിനു മുമ്പ് അവൾ പറഞ്ഞു, 1 വർഷം കഴിഞ്ഞ് ഈ സ്റ്റേഷനിൽ വീണ്ടും കണ്ടുമുട്ടാം. അത് ഒരു വാഗ്ദാനം. ഇന്ന് ആ ദിവസം. പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ എത്തി. ആളുകൾ ഇറങ്ങി. പക്ഷേ അനന്യയെ കാണാനായില്ല. അനീഷ് നിരാശയായി. അപ്പോൾ പിന്നിൽ നിന്നൊരു ശബ്ദം, നീ വാഗ്ദാനം മറന്നില്ലല്ലോ? അവൻ തിരിഞ്ഞു നോക്കി. അനന്യ. അവൾ പുഞ്ചിരിച്ചു. നിനക്ക് ഞാൻ വരുമെന്ന് വിശ്വാസമുണ്ടായിരുന്നോ? അവൾ ചോദിച്ചു. അനീഷ് ചിരിച്ചു. ട്രെയിനുകൾ ചിലപ്പോൾ വൈകും, പക്ഷേ ശരിയായ ആളുകൾ ഒരിക്കലും വരാതിരിക്കില്ല. അവർ ഒരുമിച്ച് പ്ലാറ്റ്ഫോമിലൂടെ നടന്നു. അനീഷ് തന്റെ ക്യാമറ എടുത്തു. ഇത് നമ്മുടെ ആദ്യ ഫോട്ടോ ആയിരിക്കട്ടെ, അവൻ പറഞ്ഞു. അനന്യ ചിരിച്ചു.
ആ ഫോട്ടോ അവരുടെ പുതിയ യാത്രയുടെ തുടക്കമായി. ചില പ്രണയങ്ങൾ ഒരു യാത്രയിൽ തുടങ്ങും, പക്ഷേ അത് ജീവിതം മുഴുവൻ നീണ്ടു നിൽക്കുന്ന യാത്രയായി മാറും.